ഇനി നമുക്ക് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കാം. ഇത് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നതിലെ പാർട്ട് 6 ആണ്. ഇൻഡസ്ട്രീസ് ദാറ്റ് യൂസ് മിനറൽസ് ആൻഡ് മെറ്റൽസ് ആസ് റോ മിനറൽ മെറ്റീരിയൽസ് ആർ കോൾഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്, മിനറൽസോ അല്ലെങ്കിൽ മെറ്റൽസോ. മിനറൽസ് എന്ന് പറഞ്ഞാൽ കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് തുടങ്ങിയതൊക്കെ മിനറൽസ് ആണ്. മെറ്റൽസ് പറഞ്ഞാൽ ഗോൾഡ്, അയൺ തുടങ്ങിയതൊക്കെ മെറ്റൽസ് ആണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരെണ്ണം അതിൻ്റെ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഫോർ എക്സാമ്പിൾ ഫെർട്ടിലൈസേഴ്സ്, NPK വളങ്ങൾ എന്ന് കേട്ടില്ല, NPK ഫെർട്ടിലൈസേഴ്സ്. NPK ഫെർട്ടിലൈസേഴ്സ് ഒരു മിനറൽ ബേസ്ഡ്, നമ്മുടെ FACT, നമ്മുടെ കേരളത്തിലുള്ള FACT ഫാക്ട് എന്ന് പറയുന്ന കമ്പനി, അത് വളമുണ്ടാക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അത് മിനറൽ ബേസ്ഡ് കമ്പനിയാണ്. Okay, can you name some of the industries that could fall in this category എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതിലത്തെ ഒരു കാറ്റഗറി അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ് ഇനി പറയാനുള്ളത്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് ദ ബേസിക് ഇൻഡസ്ട്രി സിൻസ് ഓൾ അതർ ഇൻഡസ്ട്രീസ്. കാരണം എന്താ, മറ്റ് ഒരുപാട് ഇൻഡസ്ട്രികളുടെ ബേസിക് ഇൻഡസ്ട്രിയാണ് സ്റ്റീൽ ഇൻഡസ്ട്രി. കാരണം ഹെവി, മീഡിയം, ലൈറ്റ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ദെയർ മെഷീനറി. ഇതിങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്ന ഹൈ, മീഡിയം, ലൈറ്റ് ഇൻഡസ്ട്രികളുടെ, ഹൈ എന്ന് വെച്ചാൽ ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹെവി ആയിട്ടുള്ള HMT, ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് പോലെയുള്ള. മീഡിയം ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, പ്ലെയർ, സ്ക്രൂ ഡ്രൈവറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ. ലൈറ്റ് ആയിട്ടുള്ള മൊട്ടുസൂചി മുതലായ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് വരെ. ഇതിൻ്റെ എല്ലാം ഇത്തരം ഇൻഡസ്ട്രികൾക്കൊക്കെ വേണ്ട ബേസിക് മെറ്റീരിയൽ കൊടുക്കുന്നൊരു ഇൻഡസ്ട്രിയാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, അതിൻ്റെ മെറ്റൽ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റീൽ ഈസ് നീഡഡ് ടു മാനുഫാക്ചർ വെറൈറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ഗുഡ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് മെറ്റീരിയൽ, ഡിഫൻസ്, മെഡിക്കൽ, ടെലിഫോണിക്, സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ്, വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് അതുണ്ടാക്കുന്നുണ്ട്. നമ്മൾ മെറ്റൽ ഇൻഡസ്ട്രീസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ആലോചിച്ച് നോക്കുക. മുട്ടുസൂചി മുതൽ എയറോപ്ലെയിൻ വരെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ എയറോപ്ലെയിൻ്റെ ബോഡി ഉണ്ടാക്കുന്ന അലുമിനിയാണ്, അതിൻ്റെ ഉള്ളിൽ പക്ഷേ മെറ്റൽ പാർട്ടുകൾ, സ്റ്റീൽ പാർട്ടുകളും ഉണ്ട്. എന്തായാലും നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ കൺസ്യൂമർ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്രൊഡ്യൂസറും ഇന്ത്യൻ റെയിൽവേ തന്നെയാണ്. അവരെന്നെ ഉണ്ടാക്കുന്നു, അവരെന്നെ ഉപയോഗിക്കുന്നു. Production and consumption of steel is often regarded as index of a country's development. എത്രത്തോളം സ്റ്റീൽ ഉണ്ടാക്കുന്നത്തോളം ഉപയോഗിക്കുന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ലക്ഷണമാണ്. അയൺ ആൻഡ് സ്റ്റീൽ ഈസ് എ ഹെവി ഇൻഡസ്ട്രി ബിക്കോസ് all the raw materials as well as finished goods are heavy and bulky, entailing heavy transportation cost. Iron ore, കോക്കിംഗ് കോൾ, അയൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ഉപയോഗിക്കുന്ന ഒന്നാണ് കോക്കിംഗ് കോൾ. ഓക്കെ, ആൻഡ് ലൈം സ്റ്റോൺ, അതും അതിന് വേണ്ട ഒരു റോ മെറ്റീരിയലാണ്. ആ റിക്വയർഡ് ഇൻ എ റേഷ്യോ ഓഫ് അപ്രോക്സിമേറ്റ്ലി 4:1. ഈ റേഷ്യോയിൽ ആവശ്യമുണ്ട് ഉണ്ടാക്കാൻ, ഏതുണ്ടാക്കാൻ, സ്റ്റീൽ ഉണ്ടാക്കാൻ. അയൺ ഓറ്, കോക്കിംഗ് കോള്, ലൈം സ്റ്റോൺ. അതിൽ അയൺ ഓറാണ് കൂടുതൽ വേണ്ടത്, അതിൻ്റെ പകുതി മതി ലൈം സ്റ്റോൺ, അതിൻ്റെയും പകുതി മതി. അയൺ ഓറിൻ്റെ പകുതി മതി കോക്കിംഗ് കോളിൻ്റെ പകുതി മതി ലൈം സ്റ്റോണിൽ. സം ക്വാണ്ടിറ്റീസ് ഓഫ് മാംഗനീസ് കുറച്ച് മാംഗനീസ് ആർ ഓൾസോ റിക്വയർഡ് ടു ഹാർഡൻ ദ സ്റ്റീൽ. സ്റ്റീലിനെ കുറച്ച് ബലം കൊടുക്കണമെങ്കിൽ മാംഗനീസ് വേണം. വേർ ഷുഡ് ദ സ്റ്റീൽ പ്ലാന്റ്സ് ബി ഐഡിയലി ലൊക്കേറ്റഡ്? എവിടെയായിരിക്കും നല്ലത്? ആൾക്കാരൊക്കെ താമസിക്കുന്ന ടൗണിൻ്റെ നടുവിലാവോ? റിമെമ്പർ ദാറ്റ് ദ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഓൾസോ നീഡ് ആൻ എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഫോർ ദെയർ ഡിസ്ട്രിബ്യൂഷൻ ടു ദ മാർക്കറ്റ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. എന്നുവെച്ചാൽ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കണമെങ്കിലും നല്ലൊരു ട്രാൻസ്പോർട്ട് ആവശ്യമാണ്. ടുഡേ വിത്ത് 32.8 million tons of steel production, India ranked 9th among the world. ജൂട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെയോ ഒന്നും സെക്കൻഡ് റാങ്കിലല്ല ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്, 9ാം റാങ്കിലാണ്. 32.8 മില്യൺ ടൺ സ്റ്റീലാണ് ഒരു വർഷം ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
എന്നിട്ട് തന്നെ ഇന്ത്യ 9th പൊസിഷനിലുമാണ്. അത് വേൾഡ് ക്രൂഡ് സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ എമൗണ്ടിലാണ്. എന്നുവെച്ചാൽ ഓർ ഇന്ത്യ അയണിൻ്റെ ഓറിൽ നിന്ന്, ഓറെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഓറിന് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനം ഓർ. അത് കറക്റ്റ് ഇരുമ്പിൻ്റെ കട്ടയല്ല കുഴിച്ചെടുക്കുന്നത്, ഒരു മണ്ണും മണലും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സാധനം. അതിൽ നിന്ന് ശരിക്കും ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ ഉണ്ടാക്കുന്നതിനെ ക്രൂഡ് സ്റ്റീൽ എന്ന് പറയാം. ആ ക്രൂഡ് സ്റ്റീലിനെ പിന്നെ അതൊരു ബേസിക് ഇൻഡസ്ട്രിയാണ്. അതിൽ നിന്ന് പിന്നെ ബാക്കി മെറ്റീരിയൽസ് ഷേപ്പാക്കി എടുക്കുന്ന അത് ഹെവി ഇൻഡസ്ട്രീസ് ഉണ്ടാവാം, മീഡിയം ഇൻഡസ്ട്രീസ് ഉണ്ടാവാം, ലൈറ്റ് ഇൻഡസ്ട്രീസ് ഉണ്ടാവാം. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സ്പോഞ്ച് അയൺ. ഇത് സ്പോഞ്ച് അയൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രൂഡ് അയൺ. ഓക്കെ. In spite of large quantity of production of steel, per capita consumption per annum is only 32 kilo. ഇത്രയും വലിയ എമൗണ്ട് സ്റ്റീൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരാൾക്ക് ഒരു വർഷം വേണ്ട സ്റ്റീലിൻ്റെ എമൗണ്ട് 32 കിലോ മാത്രമാണ്. ഇത് മുട്ടുസൂചിയും സേഫ്റ്റി പിന്നും വാങ്ങുന്ന ബാക്കിയുള്ള ഇരുമ്പ് സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ്. ഇത്രയും തന്നെ ചിലപ്പോൾ വരില്ല എല്ലാവരും. ഇത് ആവറേജാണ്. ചിലർ കുറച്ച് കൂടുതൽ കൺസ്യൂം ചെയ്യും, ചിലർ വളരെ കുറച്ചും കൺസ്യൂം ചെയ്യും. അത് ചേർത്തിട്ടാണ് ഒരു ആവറേജ് എമൗണ്ടാണ് 32 കിലോ. ദെൻ പ്രോസസ് ഓഫ് മാനുഫാക്ചർ ഓഫ് സ്റ്റീൽ. എങ്ങനെയാണ് സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ കുറേ മെറ്റീരിയൽ, 3 തരം മെറ്റീരിയലിന് വേണമെന്ന് പറഞ്ഞു. അത്തരം 3 റോ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന, ഇത് കെമിസ്ട്രിയിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന ഒരു ഫർണസിലേക്ക് കൊണ്ടുവരും. അതിൽ ആ അയൺ ഓറിനെ, മണ്ണും മണലും ഒക്കെ ചേർന്ന്, ഇരുമ്പൊക്കെ ചേർന്ന് ആ ഓറിനെ ഉരുക്കും. അതിലേക്ക് ലൈംസ്റ്റോൺ ആർക്ക് ചെയ്ത് ഫ്ലക്സിന് വേണ്ടിയിട്ട്, എന്നിട്ട് ഫ്ലക്സ് മെറ്റീരിയലായിട്ട് വിച്ച് ഈസ് ആഡഡ്. ദെൻ സ്ലാഗ് ഈസ്, അവർ ചളി പോലെ ഉരുകിയത് ദ്രാവകമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മണ്ണും മണലൊക്കെ ഒരു പത പോലെ ചളി പോലെ വരും. അതിനെ സ്ലാഗ് എന്ന് പറയും. ആ സ്ലാഗ് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തിട്ട് ഈ മറ്റേ കൽക്കരി, കോക്ക് എന്ന് പറഞ്ഞാൽ കൽക്കരിയാണെന്ന് തോന്നുന്നു, കൽക്കരിക്ക നന്നായിട്ട് കത്തിച്ച് ചൂടുണ്ടാക്കും. ആ ചൂട് ഓറിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യും. ഇത് ബ്ലാസ്റ്റ് ഫർണസിലെ സ്റ്റേജാണ്. പിന്നെ ഉണ്ടാകുന്ന പിഗ് അയൺ എന്ന് പറയുന്നൊരു സ്റ്റേജ് നോക്കാം. അതിലത്തെ മോൾട്ടൺ മെറ്റീരിയൽസ് പോഡ് ഇൻ ടു മോൾഡ്സ് കാൾഡ് പിഗ്സ്. എന്നുവെച്ചാൽ ഈ അയൺ പിഗ്സ് ഉണ്ടാക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ സ്വർണം മാലയാക്കണൊക്കെ മുന്നേ സ്വർണ്ണ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ ആണ് ഫസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്. കാരണം സ്വർണ്ണം കട്ടയിട്ട്. അതേപോലെ ഇരുമ്പിനെ ഇനി ഏത് രൂപത്തിലേക്കും മാറ്റാൻ പാകത്തിന് ചില മോൾഡുകളുടെ ഉള്ളിലേക്ക് ഈ മോൾട്ടൺ മെറ്റീരിയലിനെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പിഗ് സ്റ്റീൽ, പിഗ് അയൺ എന്ന് പറയുന്നത്. അത് അപ്പോഴും അത്ര പ്യുവർ അയണൊന്നുമല്ല, എന്നാലും അതിൽ അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഒരു മോൾഡ് ഉണ്ടാവും, പിഗ് അയൺ. ഈ പിഗ് അയണിനെ പിന്നെ എടുത്ത് സ്റ്റീൽ മേക്കിംഗ് ഉപയോഗിക്കുകയാണ്. പിഗ് അയൺ ഈസ് ഫർദർ പ്യൂരിഫൈഡ് ബൈ മെൽറ്റിംഗ് ആൻഡ് ഓക്സിഡൈസിങ് ദ ഇംപ്യൂരിറ്റീസ്. ഇനിയും അതിൽ കുറേ ചപ്പും ചളിയൊക്കെ ഉണ്ടാവും. അത് നന്നായിട്ട് ചൂടാക്കി ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഇംപ്യൂരിറ്റീസും അതിന് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്റ്റീലാവും. സ്റ്റീൽ ചേർക്കണമെങ്കിൽ എന്തൊക്കെ ചേർക്കണം? മാംഗനീസ്, നിക്കൽ, ക്രോമിയം, ഈ 3 കോമ്പിനേഷൻ കൂടി അതിലേക്ക് ചേർക്കും. അപ്പോൾ നിക്കലും ക്രോമിയം മാംഗനീസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ തുരുമ്പിക്കുന്ന സ്വഭാവം കുറച്ച് കുറയും. അങ്ങനെയാണ് സ്റ്റീലായിട്ട് അതിനെ മാറുന്നത്. ദെൻ അതിനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഈ മെറ്റീരിയലിനെ കുറച്ച് ഷേപ്പ് ചെയ്യുക. അതിന് ചിലപ്പോൾ റോൾ ചെയ്യേണ്ടി വരും, കമ്പിയായിട്ട് മാറ്റേണ്ടി വരും, പ്രസ് ചെയ്യേണ്ടി വരും, ചിലത് കാസ്റ്റ് ചെയ്യേണ്ടി വരും, ചിലത് അടിച്ചടിച്ചിട്ടാവും. ഫോർജിങ് വെച്ചാൽ അടിച്ചടിച്ചിട്ടാവും. ഇങ്ങനെ അടിച്ച് ഉരുട്ടി അമർത്തി കാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഉരുക്കിയത് നമ്മളിങ്ങനെ ഒഴിച്ച് കട്ടയാക്കണേ കാസ്റ്റ് ചെയ്യാന്ന് പറയും. ഇങ്ങനെ പല രീതിയിലും സ്റ്റീലിനെ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു മാപ്പ് നോക്കാം. അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ഇന്ത്യയിൽ എവിടെയൊക്കെയാണുള്ളതെന്നാണ് കാണിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് അടയാളമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ പ്ലാന്റുകളുടെ ലൊക്കേഷൻ. ദുർഗാപൂർ ഇവിടെയൊക്കെയുണ്ട്, ബൊക്കാറോ, ജാംഷഡ്പൂർ, ഉൾക്കല, ബിലാൽ, വിശാഖപട്ടണം, സേലം. നമുക്ക് ഏറ്റവും അടുത്ത് സേലത്തുണ്ട് ഒരു അയൺ ഇൻഡസ്ട്രി, അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഉണ്ട്. ഓക്കെ,
അപ്പോൾ ആ ലൊക്കേഷൻസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ഭാഗത്തൊന്നുമില്ല, ഗുജറാത്ത് ഇങ്ങനത്തെ ഏരിയയിലൊന്നുമില്ല. ഇതൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഓർ മൈനിങ്ങും ഈ മൈൻ കിട്ടുന്നതിൻ്റെ അടുത്ത് ആയിരിക്കും കൂടുതൽ. ഈ ഭാഗത്ത് അങ്ങനെ മൈൻ കൊണ്ടാണ് വന്നത്. പിന്നെ ഇലക്ട്രിസിറ്റിയും ഒക്കെ ഇതിന് വലിയ അത്യാവശ്യമാണ്, അത്രയും ചൂടുണ്ടാക്കാനൊക്കെ. ഓക്കെ, ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഇതിൽ ആഡ് ചെയ്യാം.